വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. എൻ്റെ പേര് അപർണ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 1 പറ്റിയിട്ടാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. മലയാളത്തിൽ പറയുമ്പോൾ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 14-15 അർദ്ധരാത്രിയിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ നമുക്കിതൊരു കഥ പോലെ പഠിച്ചു പോവാം. ഓക്കെ, എന്നാലും നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യത്തുള്ളൂ. അല്ലാതെ മറ്റേ നമ്മൾ നേരത്തെയൊക്കെ പഠിക്കുന്നത് പോലെ പോയിന്റ് നമുക്ക് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു കഥ പോലെ ഇതെന്താണ് നമുക്ക് പഠിച്ചു പോവാം. അപ്പം നമുക്ക് 1947 ഓഗസ്റ്റ് 14-15 മിഡ് നൈറ്റിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഫസ്റ്റ് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു നമ്മുടെ സ്പെഷ്യൽ സെഷൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരു സ്പെഷ്യൽ സെഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു സ്പീച്ച് പറഞ്ഞു. ഈ സ്പീച്ചിനെയാണ് നമ്മൾ വിധിയുമായുള്ള കൂടിക്കാഴ്ച അഥവാ ട്രൈസ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരുവാണ്, നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ അഭിസംബോധന ചെയ്ത സമയത്ത് ഒരു സ്പീച്ച് പറഞ്ഞു. ആ സ്പീച്ചിനെ പറയുന്ന പേരെന്താ? അതായത് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്ന ആ ഒരു സ്പീച്ചിനെ സ്പീച്ച് പറഞ്ഞത് ആര് എന്ന് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആര് പറയാൻ പറ്റും? ജവഹർലാൽ നെഹ്റു ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ഇന്ത്യ, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ നേരിടേണ്ടി വന്നത് പ്രധാനമായിട്ടും 3 ചലഞ്ചുകളാണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ നേരിടേണ്ടി വന്നത്. ഒന്നെന്ന് പറയുന്നത് നേഷൻ ബിൽഡിംഗ് അഥവാ രാഷ്ട്ര നിർമ്മാണം. 2 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യം സ്ഥാപിക്കൽ. അതായത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഇതുവരെ ഉണ്ടായിരുന്നില്ല. ആ ജനാധിപത്യം സ്ഥാപിക്കുക എന്ന് പറയുന്നതായിരുന്നു നമ്മൾ നേരിട്ട രണ്ടാമത്തെ വെല്ലുവിളി. മൂന്നാമത്തേതെന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ഓൾ ദ പീപ്പിൾ, എല്ലാവരുടെയും ക്ഷേമം നമുക്ക് ഒരേപോലെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മൂന്നാമത്തെ വെല്ലുവിളി. അപ്പം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികൾ ഏതാണ് എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാം ഉത്തരം? 1 നേഷൻ ബിൽഡിംഗ് അതായത് രാഷ്ട്ര നിർമ്മാണം, 2 ജനാധിപത്യം സ്ഥാപിക്കൽ, 3 വെൽഫെയർ ഓഫ് ഓൾ ദ പീപ്പിൾ, എല്ലാവരുടെയും ക്ഷേമം. ഇനി നമുക്ക് ഇതൊക്കെ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നേഷൻ ബിൽഡിംഗ് അതായത് നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ പ്രോസസ്സുകളാണ്. രാഷ്ട്ര നിർമ്മാണം ആ ഒരു വെല്ലുവിളിയെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമ്മൾ അതിനകത്ത് നമ്മൾ ആദ്യം ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടീഷൻ പ്രോസസ്സ് അതായത് വിഭജന പ്രക്രിയ ആയിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. രണ്ടാമത്തത് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് ബ്രിട്ടീഷ് പ്രൊവിൻസും അതേപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സും കൂടിയിട്ട് ഇന്ത്യ 2ആയിട്ട് വിഭജിച്ച് കിടക്കുമായിരുന്നു. അതിനകത്ത് ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലോട്ട് ലയിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവർ ചെയ്ത രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പിൾ, അതായത് ഭാഷാടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനങ്ങളെ പുനർനിർമ്മിക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ അവർ ചെയ്തത്. അതായത് ആദ്യം അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വിഭജനം, അതായത് ഇന്ത്യ പാക് എന്നുള്ള രീതി, പാകിസ്ഥാൻ എന്നുള്ള രീതിക്ക് 2ആയിട്ട് വിഭജിച്ചു. പിന്നീട് അവർ ചെയ്തത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ നമ്മുടെ ഇന്ത്യൻ യൂണിയനിലോട്ട് ചേർത്തു. മൂന്നാമത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. അപ്പം നമ്മളിനി ഈ വിഭജന പ്രക്രിയ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിഭജന പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1947 ഓഗസ്റ്റ് 14-15 നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമുക്കറിയാം. ആ സമയത്ത് അവിടെ നിന്നിട്ട് ട്യൂനേഷ്യൻ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് 2 രാജ്യങ്ങൾ നിലവിൽ വരണമെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവായ മുഹമ്മദ് അലി ജിന്ന പറയുകയാണ് ചെയ്തത്. ട്യൂനേഷ്യൻ തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. എന്താണ് ട്യൂനേഷ്യൻ തിയറി? മുസ്ലിങ്ങൾക്കായിട്ടൊരു രാജ്യം, ഹിന്ദുക്കൾക്കായിട്ട് വേറൊരു രാജ്യം, അങ്ങനെ ജാതിയുടെ അടിസ്ഥാനം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളെ വേർതിരിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ട്യൂനേഷ്യൻ തിയറി എന്ന് പറയുന്നത്.
അപ്പം എന്താ ഓൺ 14-15 August 1947 not one but two nation states came into existence, India and Pakistan. അതുകൊണ്ടാണ് പറയുന്നത് 1947 August 14-15 സമയത്ത് എന്താ ഇന്ത്യ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമല്ല ഉണ്ടായത്, പാകിസ്ഥാൻ എന്നൊരു രാജ്യം കൂടി ഉണ്ടായി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ടു നേഷൻ തിയറി അഡ്വാൻസ്ഡ് ബൈ ദ മുസ്ലിം ലീഗ്, ഇന്ത്യ കൺസിസ്റ്റഡ് ഓഫ് നോട്ട് വൺ ബട്ട് ടു പീപ്പിൾ, ഹിന്ദുസ് ആൻഡ് മുസ്ലിം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് അലി ജിന്നയുടെ ടു നേഷൻ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾക്ക് ഒരു രാജ്യം, മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം എന്നുള്ള രീതിക്ക് പ്രത്യേക രാജ്യം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് രണ്ട് രാജ്യങ്ങളായിട്ട് മാറുകയാണ് ചെയ്തത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഡിമാൻഡഡ് പാകിസ്ഥാൻ എ സെപ്പറേറ്റ് കൺട്രി ഫോർ ദ മുസ്ലിംസ്. അവിടെ ഡിമാൻഡ് ചെയ്തത് എന്താണ്? നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് മാറണം എന്നായിരുന്നു. ദ കോൺഗ്രസ് ഒപ്പോസ് ദിസ് തിയറി ആൻഡ് ദ ഡിമാൻഡ് ഫോർ പാകിസ്ഥാൻ. അതായത് നമ്മുടെ കോൺഗ്രസ് ഇതിനെ ഒപ്പോസ് ചെയ്തു, അവർ അതിനെ എതിർത്തു. അവർ പറഞ്ഞു പാകിസ്ഥാൻ അങ്ങനെ മാറ്റാനൊന്നും പറ്റത്തില്ല, നമ്മുടെ കൂടെ തന്നെ നിർത്തണമെന്ന്. പക്ഷെ അത് നടന്നില്ല. അത് നേരിട്ട ഫസ്റ്റ് പ്രോബ്ലം, അതായത് നമ്മുടെ വിഭജന പ്രക്രിയയിൽ നേരിട്ട ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ? there was no single belt of Muslim majority areas in British India. There were two areas of concentration on one in west and one in east. അതായത് ഇവർ നേരിട്ട ഫസ്റ്റ് ഇതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം മുസ്ലിംസ് എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒരൊറ്റ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുവല്ല. അവർ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും ഇങ്ങനെ ഇതായിട്ട് കിടക്കുക. അപ്പം നമുക്ക് ഒരിക്കലും ഇന്ത്യക്കാർക്ക് ഹിന്ദുക്കളുടെ രാജ്യമാണ് ഇന്ത്യ, മുസ്ലിംസിൻ്റെ രാജ്യമാണ് പാകിസ്ഥാൻ, ഇത് മുസ്ലിംസ് മാത്രമേ ഈ രാജ്യത്ത് പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വെസ്റ്റ് സൈഡിലും അതേപോലെ ഈസ്റ്റ് സൈഡിലുമായിട്ട് നമ്മുടെ മുസ്ലിംസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊരു ബെൽറ്റായിട്ട് അവർ നിന്നിട്ടുണ്ടായിരുന്നില്ല. അവർ പല സ്ഥലങ്ങളിലായിട്ട് ചിതറി നിൽക്കുമായിരുന്നു. കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ വെസ്റ്റ് സൈഡിലുണ്ടായിരുന്നു, കുറച്ച് പേര് ഈസ്റ്റ് സൈഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആയിരുന്നില്ല. പിന്നെ ഈ രണ്ട് ഭാഗങ്ങളും ചേരാനായിട്ട് യാതൊരുവിധ വഴിയില്ലായിരുന്നു. കാര്യം ഈ രണ്ട് ഭാഗത്തും മുസ്ലിംസ് ഉണ്ട്. ഈ മുസ്ലിംസിന് വേണ്ടി മാത്രമായിട്ട് ഒരു രാജ്യം എന്ന് പറയുന്ന സാധനം പോസിബിൾ അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ മേ ബി നമുക്കത് ചെയ്യാം. പക്ഷേ ഇത് രണ്ടുപേര് രണ്ട് സ്ഥലത്ത്, അപ്പം നമുക്കത് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടും പല സ്ഥലത്തായതുകൊണ്ട് ഇത് പോസിബിൾ ആയിരുന്നില്ല. സോ ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ദ ന്യൂ കൺട്രി പാകിസ്ഥാൻ വിൽ comprise two territories, West and East Pakistan, separate by a long expanse of Indian territory. അതായത് അതുകൊണ്ട് തന്നെ പുതിയ രാജ്യമായ പാകിസ്ഥാൻ എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തായിട്ട് ഉൾക്കൊള്ളാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും കിഴക്കൻ പാകിസ്ഥാൻ എന്നും രണ്ടായിട്ട് ഉയർന്നു വരട്ടെ എന്നുള്ള രീതിക്കുള്ളൊരു ഇതും ആശയം മുന്നോട്ട് വെക്കുകയാണ് ഉണ്ടായത്. പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പാർട്ടീഷനിൽ തന്നെ രണ്ടാമത്തെ പ്രോബ്ലം ആണ്. അതെന്ന് പറഞ്ഞാൽ നോട്ട് ഓൾ മുസ്ലിംസ് മെജോറിറ്റി ഏരിയാസ് വാണ്ടഡ് ടു ബി ഇൻ പാകിസ്ഥാൻ. ഇതിൽ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ എല്ലാ മുസ്ലിംസിനും പാകിസ്ഥാനിൽ ചേരണം എന്നില്ല. അതിനകത്ത് കുറച്ച് പേർക്ക് പാകിസ്ഥാനിൽ പോകണം, അതേപോലെ കുറച്ച് പേർക്ക് എവിടെ നിൽക്കണം? നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിൽക്കണം എന്നായിരുന്നു. സോ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, the undisputed leader of the northwestern frontier province and known as Frontier Gandhi, was substantially opposed to the two-nation theory. അതുകൊണ്ട് തന്നെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്ന ലീഡർ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസിൻ്റെ ലീഡറായിരുന്നതും പിന്നെ നമ്മൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് ടുനേഷ്യൻ തിയറിക്ക് ഒപ്പോസ് ആയിരുന്നു. കാര്യം അയാൾക്ക് ഇങ്ങനെ ഒരു മതത്തിൻ്റെ രീതിയിൽ നമ്മുടെ രാജ്യത്തിനെ വേർതിരിക്കണം എന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇതിനെ എതിർത്തു. സോ അയാളെ നമുക്ക് എന്തായിട്ട് കാണാം? നമ്മുടെ മുസ്ലിംസിൽ മെജോറിറ്റിയിൽ കുറച്ച് പേർക്ക് മാത്രം പാകിസ്ഥാനിൽ പോയാൽ മതി, കുറച്ച് പേർക്ക് ഇന്ത്യയിൽ നിൽക്കണം എന്നുണ്ടായിരുന്നില്ല. അതിൽ ഇന്ത്യയിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് പേരുടെ പ്രതിനിധിയായിട്ട് നമുക്ക് ആരെ കാണാം? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ കാണാൻ കഴിയും. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ, അതായത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ വാക്കുകളെ ആരും ചെവിക്കൊണ്ടില്ല. അതേപോലെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്തുമായിട്ട് ലയിച്ചു? പാകിസ്ഥാനുമായിട്ട് ലയിക്കുകയും ചെയ്തു. അതാണ് നമുക്ക് പഴയ ചരിത്രം പഠിക്കുന്ന സമയത്ത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ, കിഴക്കേ പാകിസ്ഥാൻ എന്ന് നമുക്ക് കാണാൻ പറ്റും പഠിക്കുന്ന സമയത്ത്, ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത്.
അപ്പം എന്താ നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ വാക്കുകൾ ആരും സ്വീകരിച്ചൊന്നുമില്ല. അവർ ഇതിനെ ഒപ്പോസ് ചെയ്തു. അപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസ് പോയി നമ്മുടെ പാകിസ്ഥാനുമായിട്ട് മേർജായി. അങ്ങനെ സെക്കൻഡ് പ്രോബ്ലം അതായിട്ട് നിലനിന്നു. പിന്നെ തേർഡ് പ്രോബ്ലം, 2 of the Muslim majority provinces of British India, Punjab and Bengal, had very large areas where the non-Muslims were in majority. അതായത് മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലും ബംഗാളിലും മുസ്ലിംസ് മാത്രം ആയിരുന്നില്ല. അവിടെ മുസ്ലിംസ് അല്ലാത്തവരുടെയും പ്രാതിനിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പം നമ്മളെന്താ മുസ്ലിംസിന് വേണ്ടിയിട്ട് ഒരു രാജ്യം വരുന്ന സമയത്ത് ഇവിടെയുള്ള മുസ്ലിംസ് അല്ലാത്തവരെ നമുക്ക് അവിടുന്ന് മാറ്റാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് തന്നെ നിലനിന്നു. Eventually, it was decided that these 2 provinces would be bifurcated according to the religious majority at the district or even lower level. അതായത് ഈ 2 പ്രവിശ്യകളും അതായത് ജില്ലയിലോ അല്ലെങ്കിൽ താഴെയോ ഉള്ള മതഭൂരിപക്ഷം അനുസരിച്ച് വിഭജിക്കുമെന്ന് വിചാരിച്ചു. അതായത് മതം ഏത് മതമാണോ കൂടുതലുള്ളത് ആ മതത്തിനായിട്ട് ആ ഒരു സ്ഥലം മാറുവാണ്. ഇപ്പം മുസ്ലിംസ് ആണ് കൂടുതലെങ്കിൽ അത് മുസ്ലിംസിൻ്റെ ഏരിയ, ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കളുടെ ഏരിയ, അങ്ങനെ മാറേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് വിഭജിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഓഗസ്റ്റ് 14-15 അർദ്ധരാത്രിയിൽ ഇങ്ങനെയുള്ള ഈ കുറേ കാര്യങ്ങൾ വന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞു 3 പ്രോബ്ലംസ് പറഞ്ഞു. ഈ 3 പ്രോബ്ലംസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിഭജനം എന്ന് പറയുന്നത് ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയ ദിവസം തന്നെ എടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. കാര്യം ഓൾറെഡി നമ്മുടെ മുന്നിൽ 3 തടസ്സങ്ങൾ നിൽക്കുവാണ്. ഒന്ന്, ഡൊണേഷൻ തിയറി വെച്ചിട്ട് നമുക്ക് മാറ്റണം. പിന്നെ രണ്ടാമത്തേത് മുസ്ലിം മെജോറിറ്റീസിൽ പകുതി പേർക്ക് ഇന്ത്യയിൽ നിൽക്കണം. പിന്നുള്ളത് ഈ മുസ്ലിമുകൾക്ക് വേണ്ടിയിട്ട് മാറ്റുന്ന രാജ്യത്ത് കൂടുതലും അമുസ്ലിങ്ങൾ, അതായത് മുസ്ലിംസ് അല്ലാത്തവരും ഉണ്ട്. ഇങ്ങനെ 3 പ്രോബ്ലംസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിഭജനം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് തന്നെ സാധ്യമല്ലായിരുന്നു. ഇറ്റ് മീൻ ദാറ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഡിഡ് നോട്ട് നോൺ ഓൺ ദ ഡേ ഓഫ് ഇൻഡിപെൻഡൻസ് വെദർ ദേ വെയർ ഇൻ ഇന്ത്യ ഓർ പാകിസ്ഥാൻ. സംഭവം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ ദിനത്തിൽ തങ്ങൾ ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ എന്ന് വലിയൊരു വിഭാഗം ആളുകൾക്കും അറിയത്തില്ലായിരുന്നു. കാര്യം ഇപ്പോഴും ആശയങ്ങൾ തമ്മിൽ ചേരുന്നില്ല. അവിടെ കോൺട്രവേഴ്സീസ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ പോകണമെന്ന് കുറച്ച് പേര് പറയുന്നു, ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ പോകണമെന്ന് പറയുന്നു. ഇന്ത്യ ഏതാണോ പാകിസ്ഥാൻ ഏതാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല. അപ്പം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ജനങ്ങൾക്കിടയിൽ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. തങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ എന്നുള്ളത്. ദ പാർട്ടീഷൻ ഓഫ് ദീസ് 2 provinces caused the deepest trauma of partition. ഈ 2 പ്രവിശ്യകളുടെയും വിഭജനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ട്രോമയിലോട്ട് അവിടുത്തെ ജനങ്ങളെ കൊണ്ടുപോയത്. ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാരെ വിഭജനം എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് നല്ലതായിരുന്നില്ല. അവർക്ക് കുറേ ട്രോമകൾ ഉണ്ടാവുകയായിരുന്നു ചെയ്തത്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടീഷൻ പ്രോസസ്സ് നേഷൻ ബിൽഡിങ്ങിൽ ഉള്ള പാർട്ടീഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ആ പാർട്ടീഷൻ പ്രോസസ്സിൽ നമുക്ക് 3 തടസ്സങ്ങളുണ്ടായിരുന്നു. ഈ തടസ്സങ്ങൾ കാരണം പാർട്ടീഷൻ പ്രോസസ്സ് കുറച്ചും കൂടി വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷവും അവർക്കിടയിൽ ഒരു സംശയം വരുവാണ്, അവർ ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ എന്ന്. മനസ്സിലായോ? അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരവും കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പം പഠിക്കാൻ പോകുന്നത് ഇനി ബാക്കി കുറച്ചുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.